ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. എല്ലാവരും നവോദയയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. പ്രിപ്പറേഷൻ മാത്രമല്ല, അത്യാവശ്യം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്. ഇനി നമുക്ക് എന്താ, ഇപ്പം നമുക്കൊരു ഹാഫ് പോർഷൻസ് കവർ ചെയ്ത് എത്തേണ്ട ഒരു ഏരിയയൊക്കെ ആയിട്ടുണ്ട്. മെൻ്റൽ എബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ മെൻ്റൽ എബിലിറ്റിയുടെ പകുതി പോർഷൻസ് ഇപ്പോഴേ നമ്മൾ ഫുൾ സെറ്റ് ആയിരിക്കണം. അടുത്ത പകുതിയാണ് ഇനിയുള്ള മാസങ്ങളിലേക്ക് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുക, അല്ലേ? അപ്പം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെൻ്റൽ എബിലിറ്റിയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ ആണ്. ജിയോമെട്രിക്കൽ കംപ്ലീഷൻ. രണ്ട് ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ. അപ്പം ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷനിൽ എന്താ പറയുക, നമുക്കൊരു ഞാനൊരു എക്സാമ്പിൾ പറയാം. നോക്കിയാൽ നമുക്കിപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മിസ്സിങ് ആയിട്ടുള്ള ആളെ എടുത്തു വെക്കുക എന്നുള്ളൊരു ഇതാണ് നമുക്കുള്ളത്. അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് 3 ഫിഗേഴ്സിൻ്റെ ആയിരിക്കും തരിക. ഒന്നാമത്തെ ആളാണ് ട്രയാങ്കിൾ, രണ്ടാമത്തേത് സ്ക്വയർ, മൂന്നാമത്തേത് സർക്കിൾ. ഇങ്ങനെ 3 ആൾക്കാർ വെച്ചിട്ടുള്ള ഫിഗേഴ്സും നിങ്ങൾക്ക് എവിടെ ഉണ്ടാവും? നമ്മുടെ ഈ ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇങ്ങനൊരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഫിഗർ വെച്ചാലാണ്, നമ്മളെല്ലാവരും പസിൽ കളിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഇതിൽ ഏത് വെച്ചാലാണ് കറക്റ്റ് ഇവിടെ സ്യൂട്ട് ആവുക എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പം നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഡൗട്ട് വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. നിങ്ങൾക്ക് വരച്ച് ചെയ്യാം. പെൻസിൽ അലൗഡ് അല്ല, പെന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് വരയ്ക്കാം. ഇതേ ഈ ഒരു സൈഡുള്ളത് ഇതൊരു സ്ക്വയർ ആണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. സോ അതങ്ങ് വരയ്ക്കുക. എന്നിട്ട് അവിടുത്തെ മിസ്സിങ് പാർട്ടും വരച്ച് നോക്കുക. സോ എക്സാക്റ്റ് നമ്മൾ ആ വരയ്ക്കുന്ന ആൾ നമുക്കിവിടെ എവിടെയാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ 4 ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ. ഇതെന്താ, ഒരു സ്ക്വയർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്ക്വയറിനെ വേണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ സ്ക്വയറിനെ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഇതേ നീട്ടി വരയ്ക്കുകയാണ്. നമ്മളിങ്ങനെ വരച്ചു, അതൊരു സ്ക്വയർ ആക്കി. ഇനി അതിൽ വരേണ്ട ആൾക്കാരെ എല്ലാം നമ്മൾ വരയ്ക്കുകയാണ്. സോ നോക്കിയേ, ഇങ്ങനൊരു ഫിഗർ ഇതിൽ എവിടെയാണ് ഉള്ളതെന്ന് വേണം നമ്മൾ നോക്കാൻ. നമുക്ക് എന്തായാലും അറിയാം ഓപ്ഷൻ 4 വരത്തില്ല. ഓപ്ഷൻ 1 വരുമോ? കാരണം എന്താ, ഇവിടെ ഭയങ്കര ചെറുതാണ്, നമുക്ക് ഇത്ര നീട്ടിയാണ് വന്നിരിക്കുന്നത്. സോ ഇതും നമുക്ക് വരത്തില്ല. ഇനിയുള്ളത് 2ഉം 3ഉം ആണ്. 2ഉം 3യുടെയും ആ 3 ഓപ്ഷൻ്റെ ഹൈറ്റ് നോക്കിക്കേ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ 2ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഏതായിരിക്കും നമുക്ക് വരിക? നമ്മൾ നോക്കണം. നമ്മുടെ ഫിഗേഴ്സിൻ്റെ വലിപ്പം വെച്ചിട്ടാണ് നമ്മളിത് പറയുക. ഇപ്പം ഈ ഒരു ഫിഗർ വെക്കുമ്പോഴാണോ കറക്റ്റായിട്ട് വരിക, ഈ ഒരു ഫിഗർ വെക്കുമ്പോഴാണോ കറക്റ്റായിട്ട് വരിക എന്ന് നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് റബ്ബ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു ഫിഗറും ആ ഒരു ഫിഗറും തമ്മിൽ മാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിയേ ചെറിയ വരയാണ്, ചെറിയ ലൈനാണ്. പക്ഷേ ഇവിടെ നോക്കിയേ നമുക്ക് നല്ല നീട്ടത്തിലാണ് കിടക്കുന്നത്, അല്ലേ? ഇതിനെ വെച്ച് ലെങ്ത് നോക്കുമ്പോൾ ഇതിന് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒന്ന് വരച്ച് നോക്കിക്കേ. ഇവിടെ വരച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ലെങ്ത് ഇവിടെ വരുന്നില്ലേ? സോ നോക്കിയത് ഇങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ ഒരു ഇസഡ് ഫോം ചെയ്തു, അടുത്തടുത്ത് ലൈൻസും പോകുന്നുണ്ട്, നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 3 ആൻസർ ആയിട്ട് വരും. ഡൗട്ട് വന്നാൽ, ഇതേപോലത്തെയൊക്കെ ഡൗട്ട് വന്നാൽ നമ്മൾ അവിടെ കൃത്യം ഓരോ ലൈൻസിൻ്റെയും ശ്രദ്ധിക്കണം. അതിനാണ് ഈ പടം ഒന്നെങ്കിൽ ആ ഓരോ ലൈൻസ് വലുതാക്കി തരും, ഇല്ല ഈ പടം ഇപ്പം ഇവിടെ ഉണ്ടല്ലോ, ഇത് ചെറുതാണെന്നോർത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരും ചെറുതായിരിക്കുമെന്ന്. പക്ഷേ ഇവിടുത്തെ ലൈൻസ് നോക്കുമ്പോൾ ഇത് വലിയ ലൈനാണ്, ഇത് കുഞ്ഞു ലൈനാണ്. പക്ഷേ ഇവിടെ വലിയ ലൈൻ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നമുക്ക് ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ വരച്ച് നോക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണതേ. ഇങ്ങനെ വരയ്ക്കുക. നമുക്ക് വേണ്ടത് ഒരു സ്ക്വയർ ആണ്. ഓക്കെ, നമുക്കിപ്പോൾ ഏത് രീതിയിലാണ് സ്ക്വയർ ഇവിടെയുള്ള? എന്തായാലും എന്തുണ്ട്, നമുക്കിത് ഇങ്ങനെയാണ് സ്ക്വയർ വരുന്നത്. ഇങ്ങനെ ഒരാൾ പോകുന്നുണ്ട്, ഇങ്ങനെ പോയി മുകളിലേക്ക് ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് വരാൻ. അപ്പം നമുക്കറിയാം ഇവിടെ ഒരു നല്ല സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, അല്ലേ? ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. സോ കട്ട് ചെയ്തു. ഇവിടെ ഉണ്ടോ? ഇവിടെ നീണ്ടു വന്നു, പക്ഷെ വളഞ്ഞു. പക്ഷെ നമുക്ക് താഴെ വരെ സ്ട്രെയിറ്റാണ്.
ഇവിടെയും ഇല്ല, പക്ഷേ ഇവിടെയുണ്ട്. സോ എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. അവിടെയും നമുക്ക് വേറൊരു സംശയവും ഇല്ല. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, കുറേ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, റബ്ബ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഏതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇവിടെ നോക്കി, ഇത് നമുക്ക് പറ്റത്തില്ല. ഇതിലാണെങ്കിൽ ഇങ്ങനെ ലൈൻ നല്ല ഇറങ്ങിയാണ് വരുന്നത്, പക്ഷെ നമുക്ക് അത്ര ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല. കാരണം ഇവിടെ നമുക്ക് ഇത്ര ഇടയേ ഉള്ളൂ, ഇവിടെ നമുക്കുണ്ടോ ഇത്രയോ ഇടയുണ്ട്. സോ നമുക്കത് പോസിബിൾ അല്ല, നമുക്ക് മനസ്സിലായി. 3യും പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് നോക്കിക്ക്, ഇവിടെ ഇറങ്ങി വന്നു, ചെറിയൊരു ലൈനേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഓപ്ഷൻ എങ്കിൽ നോക്കി എങ്ങനെ വരും? നമുക്കിങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഏത് ആൻസർ ആയിട്ട് പറയാം? ഓപ്ഷൻ 2 ആൻസർ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ അറിയില്ലാത്തത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പേപ്പറിൽ വരച്ച് നോക്കാം. എനിക്ക് തോന്നുന്നു പെൻസിലൊന്നും നമുക്ക് അലൗഡ് അല്ല. നിങ്ങൾക്ക് പെന്ന് വെച്ച് തന്നെ വരയ്ക്കാൻ പിള്ളേരെ, ആ പേപ്പർ അവർ തിരിച്ച് വാങ്ങത്തൊന്നുമില്ല, നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. സോ അവരൊന്നും പറയില്ല. മാത്സും എല്ലാം നമ്മൾ അതിനകത്ത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ, ഈ ഒരു സെക്ഷനിൽ, മീൻസ് ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെ ഒരു എഫ് പോലത്തെ ഒരാളുണ്ടല്ലേ, അപ്പോൾ ഇതിൽ ഏത് വെച്ചാലാണ് നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയറിൽ കിട്ടുക എന്ന് ചെക്ക് ചെയ്യണം. ഈ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എങ്ങനെ വരച്ചു? ഓക്കെ, ഞാൻ വരയ്ക്കുമ്പോൾ ഇച്ചിരി ഷേപ്പൊക്കെ മാറിപ്പോകുന്നേ ഉള്ളൂ കേട്ടോ, കുഴപ്പമില്ല. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി. അപ്പം ഏതൊരു ഷേപ്പാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നോക്കി. ആ റെഡ് കളറിൽ വന്നിരിക്കുന്ന ഷേപ്പ് ഇവിടെ ഏത് വരും? ഇത് വരുമോ? ഇവിടെ നീട്ടം കൂടുതലാണ്, തടി കുറവാണ്, തിക്കായിട്ടാണുള്ളത് അല്ലേ. അപ്പം ഇവിടെ ആണെങ്കിലോ, ഇവിടെ എല്ലാ സ്ഥലത്തും തടി കുറവാണ്, അപ്പോൾ അത് നമുക്ക് വേണ്ടാന്ന് വെച്ചു. ഇവിടെ ആണെങ്കിലും ഇവിടെ എന്താണ്, ഭയങ്കര ചെറുതാണ്. പക്ഷെ 4th ഓപ്ഷൻ നോക്കിക്കേ, കറക്റ്റ് നമ്മുടെ ഇതേപോലത്തെ വീതിയെല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടില്ല, എല്ലാ സ്ഥലത്തും ഒരേ വീതിയല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് ആൻസർ ആയിട്ട് പറയാം? ഓപ്ഷൻ 4 ആൻസർ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പാറ്റേൺ കംപ്ലീഷൻ ആണ് കേട്ടോ. പാറ്റേൺ കംപ്ലീഷൻ, പാറ്റേൺ പൂർത്തിയാക്കാം. ഇതെല്ലാം പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കിയേ, ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്ക് സ്ക്വയർ, ട്രയാങ്കിൾ ഒക്കെ തരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക? സർക്കിളൊക്കെ വരും, ഒരു സ്ക്വയർ വരയ്ക്കുക. ഇനി ഇവിടെ ഫിക്സ് ചെയ്യാനുള്ളത് ഒരു സർക്കിളാണ്, ആ സർക്കിളിനെ ഇങ്ങനെ കൊടുക്കുക. അവിടുത്തെ പാറ്റേൺ കഴിഞ്ഞു. അപ്പോൾ അവിടെ അത് ഏതാണ് ഇതിൽ വരിക എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് എ ഓപ്ഷനിൽ പറ്റുമോ? എ ഓപ്ഷൻ നിങ്ങൾക്ക് ഡൗട്ട് വരും, അതവിടെ നിൽക്കട്ടെ. ബി ഓപ്ഷൻ പറ്റൂല എന്നറിയാം. സി ഓപ്ഷനിൽ ഡൗട്ട് ഉണ്ട്. ഡി ഓപ്ഷനിൽ ഡൗട്ട് ഉണ്ടോ? കാരണം ഇത് ഭയങ്കര ചെറുതായതുകൊണ്ട് ഇല്ല. ഈ ഒരു 2 ഓപ്ഷൻസ് എടുക്കുമ്പോൾ എയും സിയും എടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെയും നിങ്ങൾ നോക്കണം. ഇവിടെ എന്താ, ഒരു കുഞ്ഞു വീതി ഉണ്ട് അല്ലേ, കുഞ്ഞു വീതിയേ ഉള്ളൂ. പക്ഷേ എയിൽ അങ്ങനെയാണോ? വലിയതായിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ സിയിൽ നോക്കി കണ്ടോ, കറക്റ്റ് ചെറിയ ആളാണ്. സോ നമുക്ക് ആൻസർ എന്തെന്ന് പറയാം? ഓപ്ഷൻ സി എന്ന് പറയാം. ഇപ്പം ഞാൻ എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യനും ഞാൻ ഇത്രയ്ക്ക് പറയുന്നത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ കിട്ടണം. എന്തൊക്കെ വഴിയിലൂടെ നോക്കാം, എന്തൊക്കെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ശ്രദ്ധിക്കണം എന്നറിയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ 2-3 സർക്കിൾസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ വരയ്ക്കുക, ഈ സ്ക്വയർ അങ്ങ് പൂർത്തിയാക്കുക. ഓക്കെ, ദെൻ ഇനി നോക്കിക്കേ, ഇവിടെ ഒരു സർക്കിൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനില്ലേ? അപ്പോൾ ആളെ അങ്ങ് ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. നോക്കി ഇങ്ങനെ വരയ്ക്കുക. ഷെയ്ഡ് ചെയ്തു, ഞാൻ ഷെയ്ഡ് ചെയ്തു, നിങ്ങൾ ശ്രദ്ധിക്കുക. അതവിടെയായി. അപ്പോൾ ഷെയ്ഡഡ് പാർട്ട് മുകളിലായിട്ട് വരണം. ഇതൊരു സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് വരണം. മുകളിലായിട്ടുള്ള ഓപ്ഷൻസ് ബിയും സിയും ഡിയും ആണ്. ഓക്കെ, അപ്പോൾ ഇത് 3 നിർത്തി. ഇനി നോക്കിക്കേ, ഈ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ നീ വരുന്ന ഉള്ളിലെ ഒരു സർക്കിൾ, അതിനെ ഞാൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് എന്ത് വരും? അടുത്തത് ഒരാളും കൂടി ഇങ്ങനെ വളഞ്ഞു വരേണ്ടത്, ഇങ്ങനെ ചേർന്ന് വരുന്നില്ല, ഈ ലൈൻസിനോട് ചേർന്ന്. അപ്പം 2 എണ്ണം വരണം. ആകെ 2 ഓപ്ഷനേ വരാവുള്ളൂ. ഇവിടെ നമുക്കൊരു ലെയർ പോലെ കാണാം, പക്ഷെ അങ്ങനെ ഒരു ലെയർ ഉണ്ടോ വേറെ? ഇല്ലല്ലോ. 1 2 3 അല്ലേ, ഇവിടെ 1 2 3 4 ലെയേഴ്സ് കാണുന്നുണ്ട് അല്ലേ? 1 2 3 4, ഇവിടെ 1 2 3 4. പക്ഷെ ഇവിടെ നമുക്കൊരു വ്യത്യാസമുണ്ട്. ഈ നടുക്ക് കഴിഞ്ഞിട്ട് ഇവിടെ 1
2 3 4 വന്നു. നമുക്കാണെങ്കിൽ ഇവിടെ 1 2 3 ആ ലാസ്റ്റ് ലെയറും കൂടെയും കൂട്ടുമ്പോഴാണ് 4 വരുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ നോക്കിയേ, ഇപ്പം ഈ ഒരു ആൻസറിലേക്ക് എല്ലാവർക്കും ഡൗട്ട് വരരുത്. കാരണം എന്താ, ഇവിടെ നമുക്ക് ആ ലൈൻ അടുത്തല്ല, ഈ ലൈൻ അടുത്ത് വരുന്നത് കൊണ്ടാണ് അവിടെ നമുക്കൊരു സ്പേസും കൂടെയും വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സ്പേസ് വരുന്നില്ല. ഓക്കെ, ഇവിടെ ഉണ്ടോ 1 2 3 ആണ്, ഇവിടെ ഒരു കുഞ്ഞു ലൈനാണ് നമുക്ക്, പക്ഷേ വലിയ ലൈനാണ് 1 2 3 വരുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇത് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നോക്കുക, ഓപ്ഷൻ ബി ആണെങ്കിലോ നമുക്ക് വരേണ്ടത് അടിയിലൂടെ വരണം. സോ ഇതും നമുക്ക് പറ്റത്തില്ല. നമുക്ക് അടിയിലൂടെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി മാത്രമാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വരും. ദെൻ അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ സ്ക്വയർ ആണ്. ഈ സ്ക്വയറിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സ്ക്വയറിനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. ഇവിടെ നിന്ന് ഒരു സ്ക്വയറും കൂടെ വരുന്നുണ്ട്, ഉള്ളിൽ ഒരു സ്ക്വയറും കൂടെ വരുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുവാണ്, ഈ ആളെ ഷെയ്ഡും കൊടുക്കുവാണ്. ഓക്കെ, 1 2 3 4 ഇങ്ങനെ 4 നോക്കിയേ. എവിടെയാണ് നമുക്ക് വരേണ്ടത്, താഴെയാണ്. ഇവിടെ മുകളിലാണ്, പറ്റത്തില്ല. ഇവിടെ ഈ സൈഡിൽ ലെഫ്റ്റിലാവും, നമുക്ക് റൈറ്റിലാണ് വരേണ്ടത്. ഇവിടെ മുകളിലാണ്, സോ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ, ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇപ്പം നമ്മുടെ CC+ൽ നവോദയ 120 ഡേ ക്രാഷ് ബാച്ച് റണ്ണിങ് ആണ്. അപ്പം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് വരുന്നത്, ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും. നമുക്ക് നല്ല അടിപൊളി ടീച്ചേഴ്സ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാത്സും മെൻ്റൽ എബിലിറ്റിയും ലാംഗ്വേജും എല്ലാം പഠിപ്പിച്ചു തരും. അതേപോലെ നമുക്ക് ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ലൈവിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. ഇപ്പം നമുക്ക് ലൈവ് ക്ലാസ് നമുക്ക് സൂം ആപ്പിലാണ് വരുന്നത്. റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ CC+ ആപ്പ് ഉണ്ട്, CC+ൻ്റെ ആപ്പിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ ഈ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് ഓപ്ഷനും എവിടെ അവൈലബിൾ ആണ്, നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ആപ്പിൽ തന്നെ എക്സാം എഴുതാൻ പറ്റും. സമയം വെച്ചിട്ട് ആപ്പിൽ നമുക്ക് എക്സാം, അതും വീക്ക്ലി എക്സാംസ് നമുക്ക് ആപ്പിൽ എഴുതാൻ പറ്റും. ഓക്കെ, ആ ഒരു വീക്കിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീക്കിലി എക്സാം നമ്മൾക്ക് ആ ഒരു വീക്കിൽ എടുത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതേപോലെ തന്നെയാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് ഉണ്ട്, നമുക്ക് വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട്. ആ വർക്ക്ഷീറ്റ് ബുക്ക് നമുക്ക് വാങ്ങിയിട്ട് അത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടുന്ന് കൊറിയർ വഴി അയച്ചു തരും. അപ്പോൾ നിങ്ങളൊക്കെ അതും എന്ത് ചെയ്യാം, വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എൻക്വയറിക്ക് വേണ്ടി 9496949929 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. അവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ പറയുവാണെങ്കിൽ 2025 നമ്മുടെ ഈ ഒരു കഴിഞ്ഞു പോയ ജൂണിൽ നമ്മുടെ ഇവിടെ നിന്ന് 180+ സ്റ്റുഡൻസ് ആണ് അഡ്മിഷൻ എടുത്തത് നവോദയ സ്കൂളിലേക്ക്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്കും നവോദയ സ്കൂളിൽ പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വേഗം CC+ലേക്ക് പോരുക, വന്ന് നമ്മുടെ ബാച്ച് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം. ഞങ്ങളൊക്കെ തന്നെയാണ് പഠിക്കുന്നത്, ഞാനാണ് മാത്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ ഇതിലും നമുക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്. ഇതും നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പാറ്റേൺ കംപ്ലീഷനിൽ ഇതിൻ്റെ ആൻസർ ഏത് എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് CC+ൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഓരോരോ ഷോർട്ട് ടിപ്പുകളൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയും യൂട്യൂബും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ.